ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ അതായത് കേക്ക് മോൾഡൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇഡ്ഡലി തട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും. നമ്മൾ എടുക്കുന്ന അളവുകളൊക്കെ കറക്റ്റായി കിട്ടണം. അപ്പോഴുള്ളൂ കേക്ക് ഉണ്ടാക്കി വരുമ്പോൾ നല്ല സോഫ്റ്റും നല്ല പെർഫെക്റ്റും ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതായത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ അരിച്ചെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറിലൊക്കെ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും ചെയ്യും. ഇനി ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ടയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇതുപോലെ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ടാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് മൈദക്ക് പൊടിക്കാത്ത 1/2 കപ്പ് പഞ്ചസാര എടുക്കുക. പിന്നെ അതുപോലെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാലും മുട്ടയൊക്കെ നമ്മൾ പുറത്ത് വെച്ചതിന് എടുക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതൊക്കെയാണ് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു തണുപ്പ് പോയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരു 20 സെക്കൻഡ് മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ മിക്സി മാത്രം ഉപയോഗിച്ചാൽ മതി. അത്യാവശ്യം നല്ലപോലെ പതഞ്ഞ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 20 സെക്കൻഡ് അടിച്ചെടുത്തപ്പോഴേക്കും തന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മൈദ കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് നല്ലപോലെ പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ പറ്റും കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ പറ്റില്ല. ഇതുപോലെ ഒരേ സൈഡിലേക്ക് തന്നെ നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ എല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതില്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് 2 കളറായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 2 പാത്രത്തിലേക്കൊന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇതുപോലത്തെ 2 പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നമ്മൾ വനില ടേസ്റ്റിലും പിന്നെ ഒന്ന് നമ്മൾ കൊക്കോ പൗഡറും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഴുവൻ ബാറ്ററും 2 പാത്രത്തിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 2.25 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് കളറുള്ള കൊക്കോ പൗഡറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കളറുള്ളതാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ കൊക്കോ പൗഡർ നമ്മൾ ചേർത്തിട്ട് മിക്സ് ആക്കണ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയം ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. അതായത് 1-2 ടീസ്പൂൺ ആദ്യം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിൻ്റെ ശേഷം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണാണ് കേട്ടോ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലെ ബാറ്ററിലേക്ക് നമ്മൾ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ മധുരത്തിൻ്റെ അളവ് കുറച്ച് കുറവുണ്ടാകും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അത്യാവശ്യം മധുരം ഉണ്ട്. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ 2 ടീസ്പൂണ് പാലൊഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല ടൈറ്റായിട്ട് തന്നെ ഇട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ പാലും കൂടി വീണ്ടും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ വേണം നമുക്ക് ഈ ഒരു കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ബാറ്റർ കിട്ടാൻ. അപ്പോൾ ഇനി ഇതിലേക്കൊന്നും ചേർക്കാനൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാൻ നമ്മൾ ഇഡ്ഡലി തട്ടാണ് ഉപയോഗിക്കുന്നത്. കേക്ക് ടിന്നിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതാവുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ വാനില ഫ്ലേവറിലുള്ള ആ ഒരു ബാറ്റർ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയ ഇഡ്ഡലി തട്ടായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു തട്ടിൽ നല്ലപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഇതിന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ദാ ഇതുപോലെ 4 എണ്ണത്തിലും ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് ഇതുപോലെ കുറച്ച് കുറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ അരി 2 ടീസ്പൂൺ മാത്രം മതി. ചെറിയ ഇഡ്ഡലി തട്ടായതുകൊണ്ടാണ് കേട്ടോ അത്ര കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആദ്യം വാനില ബാറ്റർ ഒഴിച്ചു കൊടുത്തു, പിന്നെ നമ്മൾ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു 3-4 തവണ ചെയ്യുക കേട്ടോ ഇതുപോലെ തന്നെ. ഏകദേശം ഇഡ്ഡലി തട്ടിൻ്റെ 1/4 ഭാഗം മാത്രം മതി കേട്ടോ, മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പുറത്തേക്ക് പോകും. 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ലപോലെ പൊങ്ങി വരും. അപ്പോൾ അതാ ബാറ്റർ ഇവിടെ ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്കായി വരുന്ന സമയത്ത് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുക കേട്ടോ. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ പപ്പട കമ്പി എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ഡിസൈൻ ആവും ചെയ്യും. കുക്കായി വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ഫ്ലവർ ഷേപ്പിലാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഏത് രീതിയിൽ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്ന് തന്നെ ഉള്ളൂ. ഏത് രീതിയിലാണെങ്കിലും കുക്കായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ പാത്രം ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് വെച്ചിട്ടുള്ളത്. നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത്. ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക. ഇതിന് ഓവൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിലൊരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അതിലൊരു ഹോൾ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ചെയ്താലേ പെട്ടെന്നൊന്ന് ബേക്കായി കിട്ടുള്ളൂ. ഇതുപോലെ ചെറിയൊരു പേപ്പർ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 15 to 20 മിനിറ്റ് നേരം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് ഇട്ടത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാട്ടോ ഇട്ട് കൊടുത്തിരുന്നത്, അതാണ് പെട്ടെന്ന് ആയി കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. ഇനി ഇത് കുക്കായി നോക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് തണുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റാം. ഇതൊന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ചെറുതായിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക സൈഡൊക്കെ, എന്നിട്ട് കൈ കൊണ്ട് എടുത്താൽ തന്നെ കിട്ടും. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ് കേട്ടോ. കുട്ടികളൊക്കെ കേക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം. ഇത് കുക്കായി വന്നപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ ഇതിൻ്റെ മുകൾ വശം. അതുപോലെ തന്നെ ഉൾവശമൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റാണ്, പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാം. നമുക്ക് പെട്ടെന്നൊരു കേക്ക് വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ, കുക്ക് ചെയ്യാനൊന്നും കൂടുതൽ സമയം ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.